കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുക. ഹല്ലേലൂയ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടുക. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും 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 മഹത്വം. ആരാധിക്കാതെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. ആരാധിക്കാതെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. എന്റെ ചോദ്യം, നമ്മുടെ അടിസ്ഥാനം ആരാണ്? നമ്മുടെ അടിസ്ഥാനം ആരാണ്? നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ അടിസ്ഥാനം എന്നേക്കും നിൽക്കും. നമുക്കറിയാം, വീട് പണിതവർ അടിസ്ഥാനം അല്ലാതെ ഒരിക്കലും വീട് പണിയത്തില്ല. അപ്പോൾ വീട് പണിയണമെങ്കിൽ എന്ത് ആവശ്യം? ഒരു അടിസ്ഥാനം ഏറ്റവും പ്രാധാന്യം. നാം കെട്ടുന്നതാണ് വീട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോറോ നാം കെട്ടുമെങ്കിൽ ആ തേർഡ് ഫ്ലോർ കെട്ടുമ്പോൾ അതിന്റെ അടിസ്ഥാനം ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ഫ്ലോർ വരെ നമുക്ക് കെട്ടുവാൻ അറിയാം. ഉദാഹരണമാരുണ്ട്, നിങ്ങൾക്കറിയാം, അടിസ്ഥാനമില്ലാതെ ഒരു വീടും ആരും പണിയത്തില്ല. ആണോ? അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ പണിയാൻ പറ്റൂ. അപ്പോൾ ഒരു അടിസ്ഥാനം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒരു വീട് പണിയണമെങ്കിൽ എന്ത് ആവശ്യം? അടിസ്ഥാനം ഏറ്റവും പ്രാധാന്യം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവ ജീവിതത്തിന്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു വ്യക്തിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ പണിയപ്പെടുവാൻ കഴിയത്തില്ല. നാം പറയുന്നത് മനസ്സിലാണോ? നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. അവന്റെ മേൽ നാം ക്രിസ്ത്യ ജീവിതത്തെ പണിയുമെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ പോരാട്ടത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെ നമുക്ക് വായിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു കർത്താവ് എടുത്തു പറയുന്നുണ്ട്, എന്താണ്? 24-ാം വാക്യത്തിൽ, ആകയാൽ എന്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കർത്താവിന്റെ വചനങ്ങൾ അത് നാം കേൾക്കുന്നത് മാത്രമല്ല, അതിൻപടി നാം ജീവിക്കും ചെയ്യുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യനാണ്. നിങ്ങൾ പാറമേൽ നിങ്ങൾ വീട് പണിയാൻ പോകണം. പാറൻ പറയുമ്പോൾ ആരാണ് പാറ? ക്രിസ്തുവാണ് നമുക്ക് പാറ. അപ്പോൾ ക്രിസ്തു പാറയാണെങ്കിൽ കർത്താവിന്റെ വചനങ്ങൾ നാം കേട്ട് അതിൻപടി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, അത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം പാറമേൽ പണിയുന്ന ഒരു കാലം. അല്ലെങ്കിൽ പണിയപ്പെടുമ്പോൾ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അതിന്റെ കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച് നാം നടക്കുമ്പോൾ വചനം പറയുന്നത് എന്താണ് വന്നത്? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ച്. എന്താ സംഭവിച്ചത്? അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ എന്തായില്ല? വീണില്ല.
അപ്പോൾ നാം എന്നും വീഴുന്നത് പറഞ്ഞാൽ നമ്മളുടെ അടിസ്ഥാനം ശരിയല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു അല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു ആണെങ്കിൽ വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും നാം വീഴത്തില്ല. എന്നാൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവായ പാറമേൽ നാം നിൽക്കുന്നത് കൊണ്ട് എന്ത് വന്നാലും നാം വീഴത്തില്ല. പക്ഷെ ഇവിടെ വചനം അടുത്ത വാക്യം എന്താണ് പറയുന്നത്? എന്റെ ഈ വചനം കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിനെ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. രണ്ടാമത് കർത്താവ് പറയുന്നത് എന്റെ ഈ വചനങ്ങളെ കേട്ട് എന്ത് ചെയ്ത്? വചനങ്ങൾ കേട്ട് അനുസരിച്ച് വചനങ്ങളെ അനുസരിക്കാത്തവൻ ചെയ്യാത്തവൻ ഒക്കെയും മണലിനെ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. എന്താണ് സംഭവിച്ചത്? അതേ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച്, പക്ഷെ എന്തായി? വീട്ടിന്മേൽ അളച്ച് അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളുടെ അടിസ്ഥാനം ക്രിസ്തു അല്ലെങ്കിൽ മൺമഴ വരും, കാറ്റടിക്കും, സകലതും സംഭവിക്കും. ஆனால் நம்முடைய അടിസ്ഥാനം ക്രിസ്തു ആണെങ്കിൽ എന്റെ കാൽ എന്ത് ചെയ്യും? ഉറപ്പോടെ കർത്താവ് നിർത്തുവാൻ കഴിയും. അല്ലെങ്കിൽ എന്റെ പുറകെ കർത്താവിന് താങ്ങുവാൻ കഴിയും. എത്ര പ്രതികൾ വന്നാലും ഞാൻ താഴെ വിടത്തില്ല. എന്നാൽ എന്റെ അസ്ഥിഭാരം ക്രിസ്തുവാണ്. പക്ഷെ അതേസമയം എന്റെ അസ്ഥിഭാരം ക്രിസ്തു അല്ല, പാറയല്ല, മണലിന്റെ പുറത്താണ് ഞാൻ നിൽക്കണമെങ്കിൽ കാറ്റടിച്ചാൽ മതി, നദി പൊങ്ങിയാൽ മതി, ഞാൻ കാണത്തില്ല. പറഞ്ഞത് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. ആ ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നാം നമ്മുടെ അടിസ്ഥാനമായിരിക്കണം. വചനം പറയുന്നത് മാത്രമേ അനുസരിക്കണം. വചനം പറയാത്തത് അനുസരിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താണ്? നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നഷ്ടം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കണം ദൈവത്തിന് ഇല്ല, ഞാനില്ലെങ്കിൽ ദൈവം വേറെ ആൾ കണ്ടെത്തും. അത് ദൈവത്തിന്റെ നീതിയാണ്. ഞാൻ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ ദൈവം എന്നെ വിടും, മറ്റാൾ കണ്ടെത്തും. സൗൾ കർത്താവ് വിളിച്ച് അഭിഷേകം ചെയ്ത് അവൻ അനുസരണക്കേട് കാണിച്ച് കർത്താവ് ചെയ്ത് അവനെ വിട്ട് ദാവീദിന്റെ പുറകെ പോയി. ദാവീദ് കർത്താവ് തിരഞ്ഞെടുത്തു. പറയുന്നത് ഒരിക്കലും വിചാരിക്കില്ലേ ഞാൻ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, വിചാരിക്കേണ്ട. ഞാൻ ഇല്ലെങ്കിൽ ദൈവസഭ നടക്കും. ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അത് ശിക്ഷ എനിക്ക് മാത്രമേ. ദൈവസഭ ദൈവത്തിനാണ്, ദൈവം അത് നോക്കും, ദൈവം നടത്തും. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കുന്നത് മാത്രമല്ല, അനുസരണം ഉള്ളവരായി നാം ആയിരിക്കണം. വചനത്തിൽ കൊടുക്കാൻ വേണ്ടിയ ഇമ്പോർട്ടൻസ് നാം എന്ത് ചെയ്യണം? കൊടുക്കണം. നമുക്ക് എല്ലാം ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ജോലിയുണ്ട്, എല്ലാം ചെയ്യാൻ നമുക്ക് ബലമുണ്ട്. പക്ഷെ ദൈവവചനം വായിക്കാൻ നമുക്ക് എന്തില്ല? മനസ്സില്ല. ഇതിനെ വായിക്കാൻ നമുക്ക് എന്തില്ല? മനസ്സില്ല. നമുക്ക് ആയിരം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കും, അതേക്കുറിച്ച് ധ്യാനിക്കും. നമുക്ക് 24 മണിക്കൂറും നമുക്ക് മതിയാകുന്നില്ല. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതികളുണ്ടെങ്കിലോ അതിന്റെ മധ്യയിൽ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും. നമ്മൾ വിടുവിക്കുന്നത് ഇതാണ്, ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് ഇത്രയും പറഞ്ഞത് ക്രിസ്തു നമ്മുടെ അടിസ്ഥാനം ആകണമെങ്കിൽ നാം ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. നാം എന്ത് ചെയ്യണം? നാം ക്രിസ്തുവോട് ഭക്തിയുള്ളവരായി മുൻപോട്ട് പോകണം. എന്റെ ജീവിതത്തിൽ ക്രിസ്തു അല്ലാതെ എനിക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ദൈവം ആവശ്യമാണ്. നമ്മൾ വായിക്കുന്ന വാക്യം സംഗീതം 63 സംഗീതം 8 വാക്യം. ഇവിടെ സംഗീതക്കാരൻ ദാവീദ് പറയുന്നത് എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു.
നിന്റെ വലങ്കை എന്നെ താങ്ങുന്നു. ദാവീദിന് മാത്രം എങ്ങനെ ദൈവത്തോട് കൂടെ ഇത്രയും പറ്റിയിരിക്കാൻ കഴിഞ്ഞു? ദാവീദ് ചെറിയ ഇവിടെ പ്രായക്കാര വ്യക്തിയാണ്, ആടുകളുടെ മേയ്പ്പനാണ്, ആടുകളുടെ ഇടയനാണ്. പക്ഷെ ആടുകൾ അവൻ എന്ത് ചെയ്ത്? ഇടയനായിരുന്നാലോ ആടുകളെ സംരക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവൻ ചെയ്തു തന്റെ ദൈവത്തെ കുറിച്ചും ദൈവത്തോട് എങ്ങനെയൊക്കെ പറ്റിച്ചേരാൻ കഴിയുമോ എന്ന് അവൻ ചിന്തിക്കുകയോ അതേക്കുറിച്ച് എല്ലായ്പ്പോഴും അവന്റെ മൈൻഡ് എന്തുകൊണ്ട്? ദൈവം മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആടുകളുടെ പുറകെ പോയ ദാവീദിനെ കർത്താവ് എന്ത് ചെയ്ത്? ഇസ്രായേലിന്റെ രാജാവായി ദൈവം മാറ്റി. കാട്ടിൽ ആയിരുന്ന അവനെ ആർക്കും അറിയത്തില്ല. അവൻ ഇസ്രായേൽ രാജാവായി ദൈവം അവനെ കണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് ദാവീദ് എന്ന് പറഞ്ഞത്, ഞാൻ എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്താണ്? എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എന്റെ ഉള്ളം ദൈവത്തെ മാത്രം പറ്റിയിരിക്കും. ആർക്കും പറയാൻ പറ്റും? എന്തുകൊണ്ട് വീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നത്? നമുക്ക് ദൈവം എപ്പോഴാണ് ആവശ്യം? ഒരു ഞായറാഴ്ച, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന. അത് മാത്രം മതി. എപ്പോ സർവീസ് കഴിയും, എപ്പോ വീട്ടിലെത്താം. ഇതാണ് നമ്മുടെ ചിന്തകൾ. ഇങ്ങനെ ആയിരുന്നാൽ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കാൻ കഴിയുമോ? ദൈവത്തോട് പറ്റിയിരിക്കുന്ന പറയുന്നത് ദൈവത്തിന്റെ മനസ്സ് അത് ദാവീദ് അറിയുന്നുണ്ട്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നത്. എനിക്ക് വ്യക്തിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ വ്യക്തിയോട് കൂടെ നടക്കണം. ആ വ്യക്തിയോട് നടന്നാൽ മാത്രമേ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു അവിശ്വാസത്തോടെ നിങ്ങൾ 6 മാസം നിങ്ങൾ നടന്നു നോക്ക്, 7 മാസം നിങ്ങൾ അവിശ്വാസിയായി മാറും. ഞാൻ എഴുതി തരാം. നിങ്ങളുടെ കൂട്ടായ്മ ഒരു അവിശ്വാസി ആകട്ടെ, നിങ്ങൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തോടെ നടക്കുക, അദ്ദേഹത്തോട് സംസാരിക്കുക. നിങ്ങളുടെ സംസാര ശീലം അദ്ദേഹത്തെ പോലെ മാറും. 7 മാസം നിങ്ങൾ അദ്ദേഹത്തെ പോലെ മാറി കഴിയും. നിങ്ങൾ ദൈവത്തെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് കൂടെ നടക്കണം. ദൈവത്തിന്റെ മനസ്സ് എന്താണ് അറിയണമെങ്കിൽ അവന്റെ വചനങ്ങൾ വായിക്കണം. പക്ഷെ നമുക്ക് എന്താണ്? ദൈവം വേണ്ട. ദൈവത്തോട് പറ്റിയിരിക്കാൻ മനസ്സില്ല. നമുക്ക് ഇപ്പോഴും ചിന്ത എന്താണ്? തിങ്കളാഴ്ച അത് ജോലിക്ക് പോകണം, നമുക്ക് ഒരുപാട് കടം പ്രശ്നമുണ്ട്. പാസ്റ്റർ പറയാം, എന്റെ കടം പ്രശ്നം പാസ്റ്റർ തീർക്കോ? നമ്മൾ പാസ്റ്റർ തീർക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ കടം കൂട്ടി പാസ്റ്റർ തീർക്കണോ? നിങ്ങൾ കടം മേടിച്ച് പാസ്റ്റർ തീർക്കണോ? നിങ്ങൾ ദൈവത്തോടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഒരു വഴി തുറക്കും. നീ കടം മേടിച്ച് പാസ്റ്റർ ചോദിച്ചാണ് കടം മേടിച്ചത്? ഇല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നീ ആരും എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വഴി തുറക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കണമെങ്കിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വഴി തുറക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേരുക, അവന്റെ മനസ്സറിയുക, അവൻ നിങ്ങൾക്ക് വഴി തുറക്കും. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എവിടെ വഴിയില്ലോ അവിടെ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് ഈ 20 ലക്ഷം മക്കളെ വനാന്തരത്തിൽ കൊണ്ടുപോയി വഴി കാണിച്ച് ഇങ്ങോട്ട് പോയപ്പോൾ മുമ്പ് എന്തുണ്ട്? ചെങ്കടൽ. പുറകെ നോക്കിയപ്പോ പാർവൻ നമ്മുടെ സൈന്യമോ ഇവരെ പിടിക്കാൻ വന്നത്. ജനങ്ങൾ പേടിച്ച് നിലവിളിച്ചു. പക്ഷെ കർത്താവ് അറിയാം, അവർ മരുഭൂമിയിൽ കൊണ്ടുവന്ന് മരിക്കാനല്ല, അതിലൂടെ എവിടെ വഴിയിലോ അവിടെ വഴി തുറന്ന്
അവരെ ജയമായി നടത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി. കർത്താവ് ഇത് ചെയ്ത് ആ ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് ഇതുവരെ നമ്മൾ കേൾക്കാത്ത കാര്യം, കാണാത്ത കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തി ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് തന്റെ ജനത്തെ അതിലൂടെ നടത്തി. അതാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസം ഉണ്ടായിട്ട് നിങ്ങളാണ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? നിന്നെ മറ്റാരെങ്കിലും സഹായിക്കുമോ? നമ്മുടെ കണ്ണ് എവിടെയാണ്? മനുഷ്യരുടെ മേലാണ്. എന്നെ ഇവർ സഹായിക്കുമോ, എന്നെ അവർ സഹായിക്കുമോ എന്ന് നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കും. നാം ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യോ? ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ച് അവരത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയാം? നിങ്ങൾ സഹായിക്കണമല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ല വിശ്വാസം. അത് ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്യക്തിക്ക് എന്തറിയാം? ദൈവം എനിക്കായി കരുതും, അവൻ വഴി തുറക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ദാവീദ് എന്റെ ഉള്ളിൽ നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. ആരുടെ വലം കൈ? ദൈവത്തിന്റെ വലം കൈ. അവൻ ദൈവത്തോട് പറ്റിത്താൽ ദൈവത്തിന്റെ വലം എന്ത് ചെയ്യും? അവനെ താങ്ങും. നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം, സമയം ചെലവഴിക്കണം. ദൈവത്തോളം സമയം ചെലവഴിച്ചാൽ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് അറിയാൻ കഴിയും. നമുക്കറിയാം അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്ത് 3 വർഷക്കാലം നടന്നു. പക്ഷെ ഒരു ദിവസം എന്തായി? യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പൗലോസ് എന്ത് ചെയ്ത്? ദൂരത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ആരെയാണ്? യേശുവിനെ എന്ത് ചെയ്യാൻ പോകുന്നത്? എവിടെ നിന്ന്? ദൂരത്തിൽ നിന്ന്. നമ്മൾ വായിക്കാം ലൂക്കോസ് 22-ാം അധ്യായം അതിന്റെ 54-55 വാക്യങ്ങൾ. ഇവിടെ പത്രോസ് വായിക്കുമ്പോൾ വചനം പറയുന്നത് 54 വചനം, അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിടിച്ചത്. കൂടെ പോകാൻ കഴിഞ്ഞില്ല, പേടിച്ചിട്ട് എവിടെ എന്നാ ചെയ്ത്? അകലം വിട്ട് പിടിച്ചെന്നെ യേശുവിന് എന്ത് സംഭവിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല 55 അവൻ നടുമുറ്റത്തിന്റെ മധ്യ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്ന് ഒളിച്ചി. പത്രോസ് എവിടെ ഇരിക്കണേ? തീ കത്തിച്ചവരുടെ മധ്യത്തിൽ അവരുടെ ഇടയിൽ ഇരുന്ന് യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് അങ്ങനെ നമ്മൾ ദൈവത്തെ നോക്കണം. നാം ദൈവത്തെ നോക്കിയിട്ട് അങ്ങനെയാണോ? എന്റെ അവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് പ്രവചിക്കട്ടെ? ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ, അതും പ്രവചിക്കുന്ന ഒരു പാസ്റ്റർമാർ വന്ന് എന്റെ അവസ്ഥയെ കുറിച്ച് പറയട്ടെ? എത്ര പാസ്റ്റർമാർ വന്ന് പ്രവചിച്ചാലും നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിൽ ആ പ്രവചനങ്ങൾ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. നിങ്ങൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ആണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തും. അല്ലാതെ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതെ എത്ര പ്രവാചകന്മാർ വന്ന് നിങ്ങളെ പുറത്ത് കൈവച്ച് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും നിങ്ങൾ വിടുവിക്കുവാൻ ദൈവം പറ്റത്തില്ല. നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് പ്രാപിക്കണം. പക്ഷെ ദൈവം ആകെ മകനെ എനിക്ക് നിന്റെ ഹൃദയത്തെ താ എന്ന് ദൈവം ചോദിക്കുമ്പോൾ നമുക്ക് എന്തില്ല? നമ്മുടെ ഹൃദയത്തെ കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. പക്ഷെ എനിക്ക് ദൈവത്തെ എല്ലാ നന്മകളും പ്രാപിക്കണം, എല്ലാ നന്മകളും അനുഭവിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ല. നിങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മാറിപ്പോകും. ഞാൻ പറയാൻ കാരണം, എന്റെ 18-ാം വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട്
കർത്താവിനെ അറിഞ്ഞ് എന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പല ദേവദാസന്മാർ പറഞ്ഞ്, പക്ഷേ ഞാൻ എന്ത് ചെയ്ത്? ദൈവത്തോട് പറ്റിയില്ല, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്തില്ല. എന്റെ ഇഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് നൽകപ്പെട്ട പ്രവചനങ്ങൾ, ആശീർവാദങ്ങൾ ഒന്നും എന്റെ ജീവിതത്തിൽ ലഭിച്ചില്ല. ഇത് കാരണം ആരാണ്? ദൈവമാണ്. ആരാണ് കാരണം? ഞാനാണ്. ദൈവം എന്നോട് പറഞ്ഞ്, അല്ലെങ്കിൽ പറഞ്ഞ നന്മകൾ അനുഭവിക്കണമെങ്കിൽ ഞാൻ ഇത് ചെയ്തെടുക്കണം, ദൈവത്തോട് അമർന്നിരിക്കണം, ദൈവത്തെ പറ്റിച്ചേർന്നിരിക്കണം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. എത്രത്തോളം ദൈവത്തെ വിട്ട് പിന്മാറപ്പെട്ടോ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചത്? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും എന്റെ ജീവിതത്തിൽ അന്നത്തെ സമയത്തൊന്നും നടന്നില്ല. ഞാൻ പറയുന്നത്, പലപ്പോഴും ദൈവത്തിന്റെ നന്മകൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുടങ്ങുന്നത് അല്ലെങ്കിൽ കിട്ടുന്നില്ല പറഞ്ഞാൽ അതിന്റെ കാരണം ദൈവമല്ല, നമ്മൾ തന്നെയാണ്. അത് നമ്മൾ ഓർക്കണം. എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല? നാം ദൈവസ്ഥനിൽ യഥാസ്ഥലപ്പെടേണ്ട സമയത്ത് നാം ദൈവത്തോട് യഥാസ്ഥലപ്പെടണം, ദൈവത്തോട് പറ്റിച്ചേരണം, ദൈവത്തോട് ചോദിക്കുക, കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് പറയണം. കർത്താവ് നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും. എന്തുകൊണ്ടാണ്? നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മുടിയായ പുത്രൻ അപ്പന്റെ എല്ലാ ആസ്തികളും മേടിച്ചിട്ട് പോയി. അപ്പൻ പുറകെ പോയിട്ടില്ല. അപ്പൻ എന്ത് ചെയ്ത്? തന്റെ മകന് വേണ്ടി കാത്തിരുന്നു. ഓരോ നാളും തന്റെ മകൻ വരുമോ എന്ന് കാത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ മകൾക്ക് സുബോധം വന്നപ്പോൾ, അവർക്ക് സുബോധം വന്നു. എപ്പോഴാണ്? പன்றிയുടെ ആഹാരം കിട്ടിയപ്പോൾ വചനം പറഞ്ഞു. എന്ത് വന്ന്? സുബോധം വന്ന്. എന്റെ അപ്പന്റെ വീട്ടിൽ അനേക ജോലിക്കാരൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാനോ ഈ പന്നിയുടെ ആഹാരം കഴിക്കുന്നെന്ന് ചിന്തിച്ച് സുബോധം വന്നപ്പോൾ അധികം എന്ത് പറഞ്ഞു? ഞാൻ എന്റെ അപ്പനോടും സ്വർഗത്തിനേറായി പാപം ചെയ്ത് ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ പോകും, ഞാൻ ഏറ്റു പറയും എന്ന് പറഞ്ഞു. മകൻ എന്ത് ചെയ്തു? വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, ക്ഷീണിച്ച അവസ്ഥയിൽ, ചെറുപ്പമൊന്നുമില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ട് വരുമ്പോൾ വചനം അപ്പൻ ചെയ്ത് മകനെ കണ്ടു. ദോന്റെ മകൻ ഇത്ര നാൾ മരിച്ചവനായിരുന്നു, അവൻ ജീവൻ കണ്ടെത്തി. അപ്പൻ ചെയ്ത് ഓടി അവനെ അടച്ച്, നല്ല വസ്ത്രം ഇട്ട്, മോതിരം കൊടുത്ത്, ചെറുപ്പ് നൽകി. ഇപ്പോഴാണ് അവൻ മാനസാന്തരപ്പെട്ടത്. ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ നന്മകൾ നാം അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തോട് പറ്റിച്ചേരണം. ദൈവത്തോട് പറ്റിച്ചേരാതെ ദൈവത്തിന്റെ ഒരു നന്മയും നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല.